ഇപ്പോൾ ശിവത്വം അല്ലെങ്കിൽ ദത്താത്രേയ മഹർഷി വളരെ വിഷമ കണക്ട് ചെയ്യാൻ. നമ്മൾ ഈ പടമൊക്കെ കണ്ടു അല്ലെങ്കിൽ പിന്നെ ഈ രൂപം കണ്ടിട്ടൊന്നും അളക്കരുത് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിനെ കണക്ട് ചെയ്യാൻ വളരെ വിഷമമാണ്. ശ്രുതിഭാവയ്ക്ക് വളരെ സ്നേഹമുള്ള ആൾ, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ദത്താത്രേയ മഹർഷി എന്താ പറയുന്നത് അറിയാമോ? നിങ്ങൾ നേച്ചറിൽ നോക്കൂ, ഈ കാണുന്നൊക്കെ ഞാനാണ്, എന്നെ കണ്ടുപിടിച്ചോളൂ എന്നാണ് പറയുന്നത്. നമ്മളെ എവിടേക്ക് നോക്കി എന്ത് കണ്ടുപിടിക്കാൻ? അങ്ങനെ നോക്കുക, തെങ്ങുണ്ട്, മാവുണ്ട്, ഇതൊക്കെ കാണുള്ളൂ. അപ്പൊ ദത്താത്രേയ മഹർഷിയുടെ അത് എളുപ്പമല്ല കണ്ടുപിടിക്കാൻ. അതുകൊണ്ടാണ് ഈ ദത്താത്രേയ മഹർഷിയുടെ ധ്യാനം വളരെ വിഷമം. എറ്റേണൽ എസൻസ് ആയിട്ടാണ് പറയുന്നത്. എസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഉള്ളിലുള്ളത്, നമ്മളെ എന്ത് പ്രചോദിപ്പിക്കുന്നു അതായിട്ട് കാണാനാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എവിടെ കാണാൻ പറ്റും? എന്നെ കാണാൻ ഒരു വിഷമമില്ല പറഞ്ഞു. എവിടെ? ഈ ചുറ്റുപാട് നോക്കും, അതൊക്കെ ഞാൻ തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ചുറ്റുപാട് നോക്കി ഒരു വസ്തു കാണാനില്ലേ? കുറച്ച് മരവും ചെടിയും കാണാണ്ട്, പട്ടിയും പൂച്ചയൊക്കെ കാണാണ്ട്, ഇതൊക്കെയല്ലേ കാണുള്ളൂ. അവിടെ ദത്താത്രേയ ഭഗവാനെ കാണാൻ പറ്റിയോ? എല്ലാ മഹർഷിമാരെയും കാണാൻ പറ്റും. എല്ലാ സ്റ്റേറ്റും, ഓരോ മഹർഷിമാരും അല്ലെങ്കിൽ ഓരോ അവതാരങ്ങളും ഓരോ അവസ്ഥയുടെ ലക്ഷണങ്ങളാണ്, അവരുടെ റെപ്രസെന്റേഷനാണ് അല്ലേ? നമ്മളൊക്കെ ഓരോ അവസ്ഥകളുടെ റെപ്രസെന്റേഷനാണ്. ഈ അവസ്ഥയാണ് നമ്മുടെ എസൻസ്. നമ്മുടെ പ്രസക്തി എന്തെന്നാണ്? നമ്മുടെ അവസ്ഥയാണ്. ഈ അവസ്ഥ മുഖം കണ്ടറിയാൻ പറ്റില്ലല്ലോ. അപ്പോ ഒരു സന്യാസി, ഒരു മഹർഷി അല്ലെങ്കിൽ ഒരു അവതാരത്തിനെ കാണുമ്പോൾ ചോദിക്കാവുന്നത് അവസ്ഥയാണ്. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എംറ്റി ആയി പോകണം. 100% എംറ്റി. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എന്ത് തന്നാലും എനിക്ക് വിരോധമില്ല. നല്ലത് തന്നാലും മോശം തന്നാലും അല്ലേ, ഇപ്പൊ ഫുഡ് കിട്ടിയാലും ഇല്ലെങ്കിലും വിരോധമില്ല. ആ ലെവലിലുള്ള സമർപ്പണത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് എന്താ നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ അവസ്ഥ ചിലപ്പോൾ കിട്ടും നമുക്ക്. മനസ്സിലായില്ലേ?